പരാതി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും പണക്കാരനാവാൻ കഴിയില്ല കേട്ടോ. എന്നാൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ദരിദ്രനാകാനും കഴിയില്ല. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന വൈബ്രേഷനിൽ ഒന്നാണ്. അത് സ്നേഹത്തെക്കാൾ ശക്തിയുള്ളതാണ്. നിങ്ങൾ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നന്ദി പറയാൻ കൂടുതൽ കാര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതെ, ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിലൂടെ എങ്ങനെ പണം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാമെന്ന് പഠിക്കാൻ പോവാണ്. ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഡേ 11ലേക്ക് 11ാമത്തെ ദിവസത്തെ ചലഞ്ചിലേക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ വിഷ്ണു. കഴിഞ്ഞ 10 ദിവസത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തെ വീഡിയോ ഞാൻ കണ്ടു എന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. നമ്മുടെ പവർഫുള്ളായിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയോട് അസോസിയേറ്റ് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ ക്ലാസ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, മണി അഫർമേഷൻസ്, വാട്ടർ ടെക്നിക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രൈബ് ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ വൈബും ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവും. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? അത് വെറും ഒരു താങ്ക് യു പറയലല്ല കേട്ടോ. അതൊരു വികാരമാണ്, ഫീലിംഗ്. ഉള്ളത് പോരാ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തെ ആകർഷിക്കുന്നുണ്ട്. എനിക്കുള്ളത് അത്ഭുതമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സമൃദ്ധി, അബൻഡൻസിനെ നമ്മൾ ആകർഷിക്കും. നന്ദി പറയുക എന്നത് പ്രപഞ്ചത്തോട് മോർ പ്ലീസ്, ഇനിയും തരൂ എന്ന് നമ്മൾ പറയുന്നതിന് തുല്യമാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, അടുത്ത കാര്യം, നമ്മുടെ മനസ്സെപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളോടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നോർമലി എനിക്ക് കാറില്ല, എനിക്ക് വീടില്ല. എന്നാൽ നമുക്ക് കാഴ്ചയുണ്ട്, കൈയുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്. ഇവയൊന്നും നിസ്സാരമല്ല കേട്ടോ. ആക്ച്വലി നിസ്സാരമാണോ ഒന്ന് ആലോചിച്ച് നോക്കി. സീരിയസ്ലി ഒന്ന് ആലോചിച്ച് നോക്കി. കോടികൾ കൊടുത്താൽ കിട്ടാത്തതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അത് നമുക്കുണ്ട്. അതിന് നന്ദി പറയുമ്പോൾ നമ്മൾ ലാക്ക് മൈൻഡ് സെറ്റിൽ നിന്ന് അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസിനും കാരണം ഉള്ളതെന്താണോ അത് തിരിച്ചറിയാതെ പോകുന്നതും ഇല്ലാത്തത് എന്താണോ അതിൽ പരാതി പറയുന്നതാണ്. സയൻറ്റിഫിക് ബെനിഫിറ്റ് നോക്കാം നമുക്ക്. പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്, നന്ദി ഉള്ളവരുടെ തലച്ചോറിൽ ഡോപ്പമീൻ അതുപോലെ സെറോട്ടോണിനും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉത്കണ്ഠ കുറയ്ക്കാനായിട്ട്, ക്രിയേറ്റിവിറ്റിയായി ചിന്തിക്കാനും ധാരാളമായി സഹായിക്കുന്നുണ്ട് എന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നന്ദി പറയണം. ശമ്പളം കിട്ടുമ്പോൾ ഇത്രയേ ഉള്ളോ എന്ന് പറയുന്നതിനേക്കാളും നോർമലി അങ്ങനെയാണ് നമ്മൾ ചോദിക്കാറല്ലേ, ഈ പണം കിട്ടിയതിന് നന്ദി എന്ന് പറയണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നന്ദി പറയുന്നവർക്ക് വലിയ വലിയ കാര്യങ്ങൾ കിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാകണം. നിങ്ങൾ എത്രത്തോളം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്നുണ്ടോ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ കിട്ടുള്ളൂ. 100 രൂപ കിട്ടുമ്പോൾ നന്ദി പറയുന്നവന് പ്രപഞ്ചം 1 കോടി രൂപ തരും. ഇനി 100 രൂപ കിട്ടുമ്പോൾ നന്ദി പറയാത്തവന് പ്രപഞ്ചം 1 കോടി രൂപ കൊടുക്കൂല. മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പ്രാക്ടിക്കൽ ടെക്നിക്ക് എങ്ങനെ ചെയ്യണം മനസ്സിലാക്കണമല്ലോ. അതാണല്ലോ നമുക്ക് ആവശ്യം. നാളെ മുതൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് എനിക്ക് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ഗെയിം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. 2 മിനിറ്റ് സമയം മാത്രമേ എടുക്കുള്ളൂ. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ചുറ്റും നോക്കുക, കാണുന്ന 10 സാധനങ്ങൾക്ക് വേഗത്തിൽ നന്ദി പറയണം. വീണ്ടും ഓർമ്മിക്കുന്നു, ഫീലിങ്സ്, ഇമോഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റെപ്പ് 2, ഈ ഫോണിന് നന്ദി, ഈ ഫാനിന് നന്ദി, ഈ കുടിവെള്ളത്തിന് നന്ദി, എൻ്റെ വസ്ത്രങ്ങൾക്ക് നന്ദി, ഇങ്ങനെ നിർത്താതെ നിങ്ങൾ പറയണം. ഓക്കെ. സ്റ്റെപ്പ് 3, ഓരോന്നും പറയുമ്പോഴും ആ സാധനം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം ഓർക്കണം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഓരോന്നും പറയുമ്പോഴും ആ സാധനം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം ഓർക്കണം. സ്റ്റെപ്പ് 4 അവസാനമായി, എനിക്ക് വരാനിരിക്കുന്ന പണത്തിനും നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുക. എനിക്ക് വരാനിരിക്കുന്ന പണത്തിനും നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ അഡ്വാൻസ്. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന കാര്യത്തിൽ കേട്ടോ. എൻ്റെ ജീവിതം ടോട്ടലി 0 to 100 വരെ എത്തിക്കാൻ സഹായിച്ച ഏറ്റവും വലിയ ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടൂൾ. അത് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാടെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഇമ്പോർട്ടൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞപ്പോൾ അവരത് പറയാൻ റെഡിയായപ്പോൾ, അത് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാക്കിയപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഇന്ന് എൻ്റെ സ്റ്റുഡൻസിലെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും വിജയം ഉണ്ടാവാനുള്ള ഏറ്റവും വലിയൊരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. എൻ്റെ ഈ വീഡിയോ എൻ്റെ സ്റ്റുഡൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചുവെങ്കിൽ ഉറപ്പായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എൻ്റെ ജീവിതം ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ് ജീവിതം മാറ്റിമറിച്ചത്. എന്ന് മുതൽ നന്ദി പറയാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ ജീവിതം മാറിയെന്ന് അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം.
ഓക്കെ, പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് കരയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഉള്ളതിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നത്. മനസ്സിലാവുണ്ടോ? സോ ഇന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ആൻഡ് ഓഫ് കോഴ്സ് ഉറപ്പായും നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് ഫോർ എവറിത്തിങ്. എൻ്റെ പ്രിയപ്പെട്ട പ്രപഞ്ചമേ, എനിക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, നാളെ നമ്മൾ എങ്ങനെ എഴുതി പണം ഉണ്ടാക്കാമെന്ന് പഠിക്കും. സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കാണ് നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.